ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ യതീന്ദ്രൻ സൂര്യയുടെ റൂമിൽ വന്ന് സൂര്യയെ കണ്ട് സംസാരിക്കുകയാണ്. നീയായിട്ട് ഇനി എവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. നിൻ്റെ അനിയത്തി വേദയുടെ കല്യാണം നിശ്ചയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കണം. നീയാണ് ഈ ചടങ്ങുകൾക്കൊക്കെ മുന്നിൽ നിന്നും നടത്തേണ്ടതും. ഈ വേദയുടെ ഏട്ടനായിട്ട് മുന്നിൽ നിന്നും ഈ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ നടത്തണം. നിൻ്റെ മനസ്സിലെ എല്ലാ സംശയങ്ങളും തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ചടങ്ങിൽ ഒരു പ്രശ്നവുമില്ലാതെ നീ മുന്നിൽ നിന്ന് നടത്തണം എന്നെല്ലാം പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, അതിനെനിക്ക് ആ രഞ്ജിത്തിൻ്റെ സ്വഭാവം അത്രയ്ക്ക് പിടിച്ചിട്ടില്ല ഡാഡി. തൽക്കാലം നീ ഇപ്പോൾ ഇതൊന്നും നോക്കണ്ട. വേദയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ രഞ്ജിത്തിനെ, പിന്നെ എന്തിനാണ് നീ വെറുതെ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? അതുകൊണ്ട് അവളും രഞ്ജിത്തും കൂടിയാണ് ജീവിക്കേണ്ടത്. അവൾക്ക് രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് അനുസരിച്ചാൽ മതി. അങ്ങനെ യതീന്ദ്രൻ്റെ വാക്കുകൾ മനസ്സില്ലാ മനസ്സോടെ കേൾക്കുന്നുണ്ട് സൂര്യ. അങ്ങനെ അത് അനുസരിക്കാനും തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് നന്ദിനി പറയുന്നത്, യതീന്ദ്രൻ സാർ പറഞ്ഞതുപോലെ തന്നെ സൂര്യ സാർ അനുസരിക്കണം. ഇന്നൊരു ദിവസത്തേക്ക് വേദയുടെ ഏട്ടനായിട്ട് സാറിൻ്റെ മകനായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ മുന്നിൽ നിന്നും സൂര്യ സാറ് നടത്തി കൊടുക്കണം എന്ന് നന്ദിനി കൂടി പറയുകയാണ്. അപ്പോൾ അതുവരെ നന്ദിനി സംസാരിച്ചിരുന്ന നന്ദിനി പെട്ടെന്ന് സൂര്യയോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ സൂര്യ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് നന്ദിനി, നീ എന്നോട് സംസാരിക്കുന്നു, അപ്പോൾ നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് പിണക്കമാണെന്ന് കരുതി സംസാരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ സൂര്യ സാറ് യതീന്ദ്രൻ സാർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ മുന്നിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ വേദയുടെ കല്യാണ നിശ്ചയവും നടത്തി കൊടുക്കണം. ഇന്നത്തെ ഒരു ദിവസത്തേക്കെങ്കിലും സാറ് യതീന്ദ്രൻ സാറിൻ്റെ മകനായി വേദയുടെ ഏട്ടനായിട്ട് മുന്നിൽ നിന്നും എല്ലാ കാര്യങ്ങളും നടത്തി കേൾക്കണം എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ സൂര്യയ്ക്ക്. അപ്പോൾ നന്ദിനി സംസാരിക്കുന്നത് എത്ര വൃത്തിയായിട്ടാണ് എന്നെല്ലാം പറയുന്നു. അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്തായാലും നീ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വാ. ഞാൻ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യതീന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് സൂര്യ എന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ സൂര്യ തന്നെ നോക്കുകയാണ് കേട്ടോ. നീ എന്താ നന്ദിനി ഇങ്ങനെ നോക്കുന്നത്? നീയല്ലേ ഇപ്പോൾ കുറച്ച് നേരത്തെ എന്നോട് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ആ സംസാരിച്ചതിനാണ് ഞാൻ നിന്നോട് താങ്ക് യു പറഞ്ഞെന്നെല്ലാം പറയുമ്പോൾ, എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനി വീണ്ടും ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന തോർത്തെടുത്ത് കൊടുത്തിട്ട് പോയി ഫ്രഷ് ആയിട്ട് വാ എന്നുള്ള ഭാവത്തിൽ പറയാണ്. സൂര്യയാണെങ്കിൽ വീണ്ടും നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീയല്ലേ ഇപ്പോൾ എന്നോട് കുറച്ച് മുന്നേ സംസാരിച്ചത്, ഇപ്പോൾ എന്താ വീണ്ടും നീ എന്നോട് പിണങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അവിടെ ഇരിക്കുന്ന സ്ലേറ്റ് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ എഴുതുന്നുണ്ട്. അപ്പോൾ എന്താണ് എഴുതുന്നത് എന്നുള്ളത് സൂര്യ നോക്കുമ്പോൾ സൂര്യ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മറച്ചു വെച്ചാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇതെന്താ എക്സാ എഴുതുകയാണോ, ഇനി എന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നന്ദിനി എഴുതി കഴിഞ്ഞതിന് ശേഷം ആ സ്ലൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും, യതീന്ദ്രൻ സാർ നമ്മൾ തമ്മിലുള്ള പ്രശ്നം അറിയണ്ട എന്ന് കരുതിയാണ് ഞാൻ യതീന്ദ്രൻ സാറിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ സൂര്യ സാറിനോട് സംസാരിച്ചത്, അല്ലാതെ ഞാൻ സൂര്യ സാറിനോട് വേണ്ടിയിട്ടൊന്നുമില്ല എന്നെല്ലാം പറയുമ്പോൾ സൂര്യയാണെങ്കിൽ എന്താ നന്ദിനി ഇപ്പോൾ ഇങ്ങനെ പറയുന്നു ചോദിക്കുമ്പോൾ സൂര്യയുടെ അടുത്തേക്ക് മാറിയിട്ട് നന്ദിനി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. വീണ്ടും നന്ദിനി ആ സ്ലേറ്റിൽ എഴുതുന്നുണ്ട്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, എന്താ നീ എഴുതുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി സ്ലേറ്റിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം സൂര്യയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാകുക, പോയി പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നാണ് കേട്ടോ. അപ്പോൾ സൂര്യയാണെങ്കിൽ അത് വായിച്ചതിന് ശേഷം നന്ദിനിയോട് പറയുന്നുണ്ട്, നീ നല്ല പിടിവാശിക്കാരി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെ തന്നെ നോക്കിയിട്ടാണ് കേട്ടോ ബാത്റൂമിലേക്ക് കയറി പോകുന്നത്. ഇവിടെ രാജുവേട്ടനാണെങ്കിൽ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് അവിടെ ചുമരിൽ നന്ദിനിയുടെയും സൂര്യയുടെയും ഫോട്ടോ ഒക്കെ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് വേദയുടെയും രഞ്ജിത്തിൻ്റെയൊക്കെ ഫോട്ടോ ആണ് തൂങ്ങിക്കിടക്കുന്നത്. അത് കണ്ടപ്പോൾ രാജുവേട്ടൻ സ്വയം മനസ്സിൽ പറയുന്നുണ്ട്, ഇത് സൂര്യ സാറിൻ്റെയും നന്ദിനി മോളുടെയും ഫോട്ടോ വെച്ച ഭാഗത്ത് ഇപ്പോൾ വേദയുടെയും രഞ്ജിത്തിൻ്റെയും ഫോട്ടോ ആണല്ലോ ഇരിക്കുന്നത്. ഇതിനു വേണ്ടിയാണോ സൂര്യ സാറിൻ്റെയും നന്ദിനി മോളുടെയും ഫോട്ടോ ഒക്കെ ഇവർ നശിപ്പിച്ച് കളഞ്ഞത്? ഇതിപ്പോൾ ഇവർക്ക് നശിപ്പിക്കാതെ തന്നെ ഇത് വെച്ചാൽ പോരായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്തത്? ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെ മനസ്സിൽ സ്വയം പറയുന്നുണ്ട്. അങ്ങനെ രാജുവേട്ടൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഫോട്ടോ നന്ദിനി കാണുന്നത്. വേദയും രഞ്ജിത്തും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ നന്ദിനി ചെറുതായി ഒന്ന് വിഷമത്തോടു കൂടിയാണ് കേട്ടോ ആ ഫോട്ടോയിലേക്ക് നോക്കുന്നത്. ഞാനും സൂര്യ സാറും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ഇവിടെ വെച്ചപ്പോൾ എല്ലാവർക്കും അത് എന്തുമാത്രം അധികം ദേഷ്യവും വെറുപ്പമായിരുന്നു. ഇതിനായിരുന്നു ഈ ഫോട്ടോ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഫോട്ടോ നശിപ്പിച്ചത് എന്നുള്ളൊരു ഭാവത്തിലാണ് നന്ദിനി ആ ഫോട്ടോയിലേക്ക് നോക്കുന്നത്. എന്നിട്ട് വിഷമമൊന്നും പ്രകടിപ്പിക്കാതെ പെട്ടെന്ന് നന്ദിനി താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. അപ്പോൾ രാജുവേട്ടനെ കാണുമ്പോൾ, രാജുവേട്ട വാ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രാജുവേട്ടൻ പറയുന്നുണ്ട്, നന്ദിനി നീ ഇത് കണ്ടില്ലേ,
എന്താ നീ എന്നിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ രാജുവേട്ടൻ ഞാൻ കണ്ടു, നല്ല ചേർച്ചയുള്ളല്ലേ രണ്ടുപേരും തമ്മിൽ, നല്ല യോജിപ്പുണ്ടല്ലോ എന്നെല്ലാം മനസ്സിലെ വിഷമം അടക്കി പിടിച്ചുകൊണ്ടാണ് നന്ദിനി പറയുന്നത്. അപ്പോൾ നിനക്ക് നല്ല വിഷമം ഉണ്ടെന്നുള്ളത് രാജുവേട്ടനറിയാം, പിന്നെ നീ എന്തിനാ നിൻ്റെ വിഷമം മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സൂര്യ സാർ ഇത് കണ്ട ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. രാജുവേട്ടനായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. യതീന്ദ്രൻ സാർ ഇപ്പോൾ റൂമിൽ വന്ന് സംസാരിച്ചിട്ട് പോയതേയുള്ളൂ. വേദയുടെ കല്യാണ നിശ്ചയം ഒരു കുഴപ്പവും കൂടാതെ മുന്നിൽ നിന്നും സൂര്യ സാറിനോട് നടത്തി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടാണ് യതീന്ദ്രൻ സാർ ഇപ്പോൾ സംസാരിച്ചിട്ട് പോയത്. സാറിപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറിയതേയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ടായിരുന്നു പറയുമ്പോൾ, അല്ല മോളെ, ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള അഹങ്കാരിയല്ലേ, അവളുടെ പണിയാണെന്ന് പറയുമ്പോൾ അവളുടെ ആ അഹങ്കാരമാണ് ഇപ്പോൾ ഇതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. നീ കണ്ടില്ലേ മോളെ, ഈ വീട് മുഴുവൻ ഫോട്ടോസ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണത്തിൽ പോലും സൂര്യ സാറിൻ്റെയും മോളുടെയും ഫോട്ടോ ഇല്ല. ബാക്കി എല്ലാവരും ചേർന്ന് നിൽക്കുന്ന കുടുംബ ഫോട്ടോ എല്ലാം ഉണ്ട്. പക്ഷേ സൂര്യ സാറിൻ്റെയും മോളുടെയും ഫോട്ടോ മാത്രമില്ല. ഇതൊക്കെ അഹങ്കാരം പിടിച്ച അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള ആ മദാമയില്ലേ, അവളുടെ പടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജുവേട്ടൻ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, വെറുതെ രാജുവേട്ടൻ സംസാരിക്കുന്നത് ഇനി മറ്റുള്ളവർ കേട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. രാജുവേട്ടൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാൻ നോക്കുക. ഇനിയിപ്പോൾ കല്യാണ നിശ്ചയമൊക്കെ വരുന്നതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നെല്ലാം പറയുന്നു. അപ്പോൾ രാജുവേട്ടൻ പറയുന്നുണ്ട്, നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എന്തായാലും സൂര്യ സാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും യതീന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ യതീന്ദ്രനാണെങ്കിലും അതൊക്കെ കണ്ട് അതിശയിച്ച് പോവാണ്. ഞാൻ ഇവിടെ നിന്നും പോകുന്നത് വരെയും ഇങ്ങനൊരു ഫോട്ടോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഫോട്ടോസ് വന്നത് എന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ വേദിയും രഞ്ജിത്തും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും കാണുന്നു. നന്ദിനിയും സൂര്യയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ച ഭാഗത്ത് തന്നെയാണ് വേദയുടെയും രഞ്ജിത്തിൻ്റെയും ഫോട്ടോ വെച്ചത് കാണുമ്പോൾ യതീന്ദ്രനൊരു ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഫോട്ടോസും നിൽക്കുന്ന അതിൽ ഒരെണ്ണം പോലും സൂര്യയുടെയും നന്ദിനിയുടെയും ഫോട്ടോ ഇല്ല. അപ്പോഴത്തേക്കും അവിടേക്ക് പത്മ വരുന്നുണ്ട്. എന്നിട്ട് പത്മയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതുവരെയും ഈ ഫോട്ടോസൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് ഈ ഫോട്ടോസ് എല്ലാം വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ഈ ഫോട്ടോസ് എല്ലാം ആദ്യം കണ്ടായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ പത്മ പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചിട്ടാണ് ഇതെല്ലാം തന്നെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചത്. എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോസുകളാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ഹരിതയാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത്, ഹരിതയുടെ കഴിവാണ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് എന്നെല്ലാം പറയുമ്പോൾ പത്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല സൂര്യയുടെയും നന്ദിനിയുടെയും ഒരു ഫോട്ടോ പോലും ഇതിനോടൊപ്പം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയുന്നുണ്ട്, അതിന് കുടുംബ ഫോട്ടോയുടെ കൂടെ അവൻ നിന്നോ? അവൻ നിന്നില്ലല്ലോ, നമ്മൾ നിർബന്ധിച്ചിട്ടും കാര്യം ഉണ്ടായില്ലല്ലോ, അവൻ പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഒരുങ്ങിയത്, പിന്നെ എങ്ങനെയാണ് അവൻ്റെ ഫോട്ടോ ഫാമിലി ഫോട്ടോയുടെ കൂടെ ഉണ്ടാവുക? ഇത് കേട്ടുകൊണ്ട് ഹരിത വരികയാണ്. അപ്പോൾ ഹരിത പറയുന്നുണ്ട്, ഞാൻ പറയാം മറുപടി. നമ്മളെല്ലാവരും ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ സൂര്യ വന്നില്ലല്ലോ, പിന്നെ സൂര്യയുടെ ഫോട്ടോ എങ്ങനെയാണെങ്കിൽ ഇതിലുണ്ടാവുക? അതുകൊണ്ടാണ് സൂര്യയുടെ ഫോട്ടോ ഇല്ലാത്തത്. അല്ല സൂര്യ വന്നു കഴിഞ്ഞതിന് ശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തല്ലോ, സൂര്യയുടെയും നന്ദിനിയുടെ അടക്കം എല്ലാ ഫോട്ടോസും എടുത്തു, അതിലത്തെ ഒരു ഫോട്ടോ പോലും ഇതിലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹരിത പറയുന്നുണ്ട്, അതിനത് ഫാമിലി ഫോട്ടോയായിട്ടൊന്നും കണക്കാക്കാനായിട്ട് കഴിയില്ല. വീട്ടിൽ ജോലി ചെയ്യുന്നവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് ഈ ഹോളിലൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുക? അത് ഫാമിലിയിൽ പെടില്ലല്ലോ. സൂര്യ അപ്പോൾ ഫാമിലിയിൽ പെടില്ല, അതുകൊണ്ടാണ് ഞാനത് വേണ്ട എന്ന് വെച്ചത്. സൂര്യയോട് എത്ര പറഞ്ഞാലും സൂര്യയ്ക്ക് അത് മനസ്സിലാവില്ലല്ലോ. വീട്ടുജോലിക്കാരിയോടൊപ്പം ഫോട്ടോ എടുത്ത് അതെല്ലാം ഈ ഹോളിൽ തൂക്കണം, എന്നിട്ട് കുടുംബ ഫോട്ടോയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എങ്കിൽ എന്നൊക്കെ പറഞ്ഞ് യതീന്ദ്രൻ്റെ വായടപ്പിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് വേദയുടെ കൂട്ടുകാരി ഹേമ വരുന്നത്. അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട്, അല്ല ഹേമ നീ എവിടെയായിരുന്നു? എത്ര നേരമായി മോളെ നിന്നെ കാത്തു നിൽക്കുന്നു? അത് പിന്നെ ആൻറ്റി വേദ എന്നോടൊരു സാധനം വാങ്ങാൻ പറഞ്ഞിരുന്നു, അത് വാങ്ങിക്കാൻ പോയതാണെന്ന് പറയുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്നും പറയുന്നുണ്ട്. തുടർന്ന് വേദ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പത്മ. ഇപ്പോൾ സജിയാണ് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മോള് പെട്ടെന്ന് ചെല്ല് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഹേമ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് രഞ്ജിത്തും വേദയും നിൽക്കുന്ന ഒരു ഫോട്ടോ ഹേമ കാണുന്നത്. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് റൂമിലേക്ക് ചെല്ലാൻ പോകുമ്പോഴാണ് അവിടെ രഞ്ജിത്ത് ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ രഞ്ജിത്താണെങ്കിലോ ഹേമ വരുന്നതും കാണുന്നുണ്ട്. എന്നിട്ട് കാണാത്ത മട്ടിൽ ഇങ്ങനെ തലയും താഴ്ത്തിയിട്ട് കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഹേമയാണെങ്കിൽ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഹായ് ഞാൻ വേദയുടെ ഫ്രണ്ടാണ്, എൻ്റെ പേര് ഹേമ. അപ്പോൾ രഞ്ജിത്താണെങ്കിൽ എൻ്റെ പേര് രഞ്ജിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചും പരിചയപ്പെടുന്നു. തുടർന്ന് രഞ്ജിത്ത് ഹേമയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട്. അല്ല വേദ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ റൂമിലുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഹേമ വേദയുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം രഞ്ജിത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് രഞ്ജിത്ത് അവിടെ ഇരിക്കുന്ന ആ റിമോട്ടിൻ്റെ കാർ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കാറിൽ രഞ്ജിത്ത് ക്യാമറയും പതിപ്പിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും.
എന്നിട്ട് രഞ്ജിത്ത് റിമോട്ട് കൺട്രോളുള്ള ആ കാറ് വേദയുടെ റൂമിലേക്കാണ് വിടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കാറ് വേദയുടെ റൂമിലേക്ക് അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും ഹേമയും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ വേദയെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുങ്ങാണ്. അപ്പോൾ ഇന്ദ്രജയും ഒപ്പമുണ്ട്. അങ്ങനെ ഇന്ദ്രജയും വിജയനും കൂടി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. നിങ്ങൾ തമ്മിൽ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം മേക്കപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് റെഡി ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രജ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇന്ദ്രജ റൂമിൻ്റെ ഡോർ അടയ്ക്കുന്ന ആ ഒരു സമയത്താണ്, ആ ഒരു ഗ്യാപ്പിലാണ് പെട്ടെന്ന് തന്നെ റിമോട്ട് കൺട്രോളുള്ള ആ കാറ് വേദയുടെ റൂമിലേക്ക് രഞ്ജിത്ത് ഓടിച്ച് ആക്കുന്നത്. എന്നിട്ട് രഞ്ജിത്ത് രക്ഷപ്പെട്ടു, അത് റൂമിൽ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ ലാപ്ടോപ്പിൽ ഇരുന്നു കൊണ്ട് ആ ദൃശ്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അവിടെ നടക്കുന്ന എല്ലാം തന്നെ എനിക്കിവിടെ ലാപ്ടോപ്പിൽ കാണാം എന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ രഞ്ജിത്ത് കാറിലെ ക്യാമറ പതിപ്പിച്ചിരിക്കുന്നത്. ആരും തന്നെ അറിയുന്നില്ല അങ്ങനെ ഈ കാറ് ഓടിച്ചു കളിക്കുകയാണെന്നല്ലേ കാണുന്നവരെ വിചാരിക്കൂ എന്നുള്ളൊരു ഭാവത്തിലാണ്. അങ്ങനെ വേദയുടെ റൂമിലേക്ക് ആ കാർ എങ്ങനെ എത്തിയതിന് ശേഷം വേദയും ഹേമയും കൂടി സംസാരിക്കുകയാണ്. തുടർന്ന് ഹേമ പറയുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ വേദ നീ ഡ്രസ്സൊക്കെ മാറിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ രഞ്ജിത്ത് കാണുന്നുണ്ട്. ലാപ്ടോപ്പിൽ ഈ സമയം ഹരിതയും ഇന്ദ്രജയും ഉദയനും എല്ലാവരും കൂടി പത്മടക്കം യതീന്ദ്രനും എല്ലാവരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ഫോട്ടോ വെച്ചതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹരിതയുടെ ഡിസൈനാണ്, ഹരിതയുടെ ബുദ്ധി അപാരം തന്നെ, ഇതൊന്നും നമുക്ക് ആദ്യം തോന്നിയില്ലല്ലോ എന്നൊക്കെ ഇന്ദ്രജ ഇങ്ങനെ ഹരിതയെ പുകഴ്ത്തി പറയുന്നു. അങ്ങനെ ഹരിതയെ എല്ലാവരും കൂടി വാനോളം പുകഴ്ത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കാണ് സൂര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ രാജുവിനോട് പറയുന്നുണ്ട്, രാജുവേട്ടാ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, എനിക്ക് എന്തോ വല്ലാത്ത പേടിയാവുന്നെന്ന് പറയുമ്പോൾ രാജു പറയുന്നുണ്ട്, എന്ത് പേടിക്കാനാണ് മോളെ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക തന്നെ വേണം, ഇവരീ കാണിക്കുന്ന തോന്നിവാസം ഇതിന് സൂര്യസാറ് തന്നെയല്ലേ നല്ല മറുപടി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് രഞ്ജിത്തും വേദയും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഫോട്ടോസ് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ ഇങ്ങനെ ഫ്രെയിം വെച്ചിരിക്കുന്നത് സൂര്യ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ സൂര്യയുടെയും നന്ദിനിയുടെയും ഫോട്ടോ മാത്രമില്ല. അതോടുകൂടി സൂര്യ പിന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ പത്മയാണെങ്കിൽ സൂര്യയോട് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. എൻ്റെയും നന്ദിനിയുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് പെട്ടെന്ന് നശിപ്പിച്ചത് ആരാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. എനിക്ക് വാശി പിടിച്ചാൽ ഉടനെ തന്നെ അതുപോലെയുള്ള ഫോട്ടോസ് 100 കണക്കിന് ഫോട്ടോസ് ഞാൻ ഈ വീട് മുഴുവൻ വയ്ക്കും, വേണമെങ്കിൽ വയ്ക്കും, അതിനെനിക്കൊരു സെക്കൻഡ് പോലും വേണ്ട. പിന്നെ ഇവിടെ നിങ്ങളെല്ലാവരും കൂടി വെച്ചിരിക്കുന്ന, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഈ ഫോട്ടോസ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നശിപ്പിക്കാനും എനിക്കറിയാം. പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നോ എൻ്റെ നന്ദിനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുമ്പോഴാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ നമ്മൾ കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം ക്ഷമിച്ച് നിൽക്കുന്നത്, അല്ലാതെ എനിക്കതൊന്നും കഴിയാഞ്ഞിട്ടല്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഹരിതയ്ക്കും പത്മയ്ക്കും ഇന്ദ്രജയ്ക്കൊന്നും അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനിയെക്കുറിച്ച് സൂര്യ വാനോളം പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ സൂര്യ എങ്ങനെ പത്മയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് നന്ദിനി എന്നുള്ളതും, നന്ദിനിയോടൊപ്പം ചേർന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും, അത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ എന്ന് പറയുമ്പോൾ പത്മയാണെങ്കിൽ ഭാവത്തോടു കൂടിയാണ് കേട്ടോ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പത്മയും തിരിച്ചു പറയുന്നുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം, അങ്ങനെ ഒരു ദിവസം വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പത്മയും തിരിച്ചു പറയുന്നു. അങ്ങനെ നന്ദിനിയോട് സൂര്യ പറയുന്നുണ്ട്, നന്ദിനി ഈ ഫോട്ടോസൊന്നും കണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, ഫോട്ടോയിലല്ലല്ലോ നിൻ്റെ വിലയുള്ളത്, നിനക്കുള്ള വിലയും സ്ഥാനവും എല്ലാം എൻ്റെ മനസ്സിലാണ് നന്ദിനി. ഇതുപോലത്തെ ആയിരക്കണക്കിന് ഫോട്ടോസ് ഉണ്ടാക്കാനൊക്കെ ഈ സൂര്യയ്ക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഞാനത് ചെയ്യാതിരിക്കുന്നത് ഇവരും ഞാനും തമ്മിൽ അപ്പോൾ ഒരു വ്യത്യാസവും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് നന്ദിനി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ സമയം ലാപ്ടോപ്പിൽ വേദ ഡ്രസ്സ് മാറുന്നതെല്ലാം രഞ്ജിത്ത് ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്